Good morning, students. We are going to discuss about the topic PCR and the types of PCR. So, what is PCR? PCR is a molecular technique used to amplify a single or few copies of DNA to thousands or millions of copies. ഇപ്പോൾ പി സി ആർ എന്താണ്? പി സി ആർ എന്ന് പറയുന്നത് ഒരു മോളിക്കുലർ ടെക്നിക്കാണ്. അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു സിംഗിൾ കോപ്പി ഓഫ് ഡി എൻ എനെ നമ്മൾ 1000 to million കോപ്പീസ് വരെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ പി സി ആർ കണ്ടുപിടിച്ചത് കാരി മുള്ളീസ് ആണ്. അപ്പോൾ പി സി ആറിലെ സ്റ്റെപ്സ് ആണ് ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഡീനാച്ചുറേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ 96 ഡിഗ്രി സെൽഷ്യസ് ആണ്. അനീലിംഗ് നടക്കുന്നത് 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. എക്സ്റ്റൻഷൻ നടക്കുന്നത് 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പി സി ആർ എന്താണ്? പി സി ആർ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി ഓഫ് ഡി എൻ എയിൽ നിന്ന് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് ഡി എൻ എ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ് പി സി ആർ എന്ന് പറയുന്നത്. അപ്പോൾ പി സി ആർ കണ്ടുപിടിച്ചത് കാരി മുള്ളീസ് ആണ്. അപ്പോൾ പി സി ആർ നടക്കുന്ന മെഷീനാണ് തെർമോസൈക്ലർ എന്ന് പറയുന്നത്. അപ്പോൾ പി സി ആറിൽ 3 സ്റ്റെപ്സ് ഉണ്ട്: ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഡീനാച്ചുറേഷൻ ആണ് ഫസ്റ്റ്. ദ റിയാക്ഷൻ മിക്സ്ചർ ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 90 to 98 degrees Celsius so that the double stranded DNA is denatured into single stranded DNA by the disruption of hydrogen bond between complementary bases, and the duration of these steps is 1 to 2 minutes. അപ്പോൾ ഡീനാച്ചുറേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഡീനാച്ചുറേഷനിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ 96 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഡി എൻ എൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു ഡീനാച്ചുറേഷൻ്റെ സമയത്ത്. ഇതിന് വേണ്ട ടൈം 1 to 2 minutes ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അനീലിംഗ്. ദ ടെമ്പറേച്ചർ ഓഫ് ദി റിയാക്ഷൻ ഈസ് 45 to 60 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് പ്രൈമേഴ്സ് ആർ ജിഗ്ലിംഗ് അറൗണ്ട് ആൻഡ് പ്രൈമർ ബേസ് ആൻഡ് കോംപ്ലിമെൻ്ററി സീക്വൻസ് ഇൻ ദ ഡി എൻ എ. അതായത് ഈ സമയത്ത് പ്രൈമേഴ്സ് വന്ന് ഡി എൻ എറ്റ് ബൈൻഡ് ചെയ്യും. അപ്പോൾ അനീലിങ്ങിൻ്റെ സമയത്താണ് പ്രൈമേഴ്സ് വന്നിട്ട് ഡി എൻ എനോട് ബൈൻഡ് ചെയ്യുന്നത്. അത് നടക്കുന്നത് 55 ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ എക്സ്റ്റൻഷൻ്റെ ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ പ്രൈമേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യും 2 ഡയറക്ഷനിലേക്കും. എന്നിട്ട് പുതിയൊരു ഡി എൻ എ ഉണ്ടാക്കും. അത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ. ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇത് നടക്കുന്നത് 96 ഡിഗ്രി സെൽഷ്യസിലാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അനീലിംഗ്. അനീലിംഗിൽ പ്രൈമേഴ്സ് വന്നിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയോട് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പാണ് എക്സ്റ്റൻഷൻ 72 ഡിഗ്രി സെൽഷ്യസിൽ. ഇവിടെ എന്താണ് 2 ഡയറക്ഷനിലേക്കും ഡി എൻ എ സിന്തസിസ് നടക്കുന്നു. അപ്പോൾ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നു. ഇതാണ് ഒരു സൈക്കിള്. അങ്ങനത്തെ 25 മുതൽ 35 സൈക്കിൾ വരെ ഉണ്ടാവും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് പി സി ആർ. അപ്പോൾ പല ടൈപ്പ് പി സി ആർ ഉണ്ട്. കൺവെൻഷണൽ പി സി ആർ ഉണ്ട്, മൾട്ടിപ്ലക്സ് പി സി ആർ ഉണ്ട്, നെസ്റ്റഡ് പി സി ആർ ഉണ്ട്, ആർ ടി പി സി ആർ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് പി സി ആർ ഉണ്ട്, ഹോട്ട് സ്റ്റാർട്ട് പി സി ആർ ഉണ്ട്, ടെസ്റ്റ് ഡൗൺ പി സി ആർ ഉണ്ട്, അസംബ്ലി പി സി ആർ ഉണ്ട്, കോളനി പി സി ആർ ഉണ്ട്, മീതാരേഷൻ സ്പെസിഫിക് പി സി ആർ ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് പി സി ആർ ഉണ്ട്. ഫസ്റ്റ് പി സി ആർ ആണ് മൾട്ടിപ്ലക്സ് പി സി ആർ. ഇത് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പി സി ആർ ആണ് മൾട്ടിപ്ലക്സ് പി സി ആർ എന്ന് പറയുന്നത്. ഇത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് പി സി ആർ ആണ് മൾട്ടിപ്ലക്സ് പി സി ആർ. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൈമേഴ്സ്, അതായത് കുറേ പ്രൈമേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പി സി ആർ ആണ് മൾട്ടിപ്ലക്സ് പി സി ആർ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ കുറേ സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റാണ് നെസ്റ്റഡ് പി സി ആർ. This is used to increase the specificity of DNA amplification. 2 sets of primers are used. In the first PCR, 1 pair of primers is used, and the product of the first PCR is used as the raw material for the second PCR.
അപ്പോൾ പി സി ആറിൻ്റെ സ്പെസിഫിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെസ്റ്റഡ് പി സി ആർ ചെയ്യുന്നത്. ഇതിൽ 2 സെറ്റ് പ്രൈമേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇതിൽ ആദ്യത്തെ സെറ്റ് ഓഫ് പ്രൈമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പി സി ആറിലാണ്. അപ്പോൾ ഫസ്റ്റ് പി സി ആർ കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ രണ്ടാമത്തെ പ്രൈമേഴ്സ് വെച്ചിട്ട് പിന്നെയും പി സി ആർ ചെയ്യുന്നത്. അപ്പോൾ നെസ്റ്റഡ് പി സി ആർ എന്ന് വെച്ചാൽ ഒരു പി സി ആർ കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ പി സി ആർ ചെയ്യുന്നു. ഇവിടെ 2 സെറ്റ് പ്രൈമേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് പ്രൈമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പി സി ആറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ സെക്കൻഡ് പി സി ആർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റാണ് ആർ ടി പി സി ആർ അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പി സി ആർ. ഇറ്റ് ഈസ് യൂസ് ടു റിവേഴ്സ് ട്രാൻസ്ക്രൈബ് ആൻഡ് ആംപ്ലിഫൈ RNA to cDNA. Reverse transcriptase enzyme will convert RNA into cDNA. It is used for the detection of RNA virus and the detection of other microorganisms through targeting the ribosomal RNA. ഇപ്പോൾ ആർ ടി പി സി ആർ അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഷൻ പി സി ആറിൽ എന്താ സംഭവിക്കുന്നത്? അതായത് RNA cDNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം വഴി. എന്നിട്ട് ഈ cDNA ആണ് പി സി ആർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് RNA വൈറസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്, പിന്നെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പി സി ആർ അല്ലെങ്കിൽ ആർ ടി പി സി ആർ എന്താണ്? ആദ്യം തന്നെ RNA cDNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി, അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി. എന്നിട്ട് ഈ cDNA ആണ് പി സി ആർ ചെയ്യുന്നത്. ഇത് RNA വൈറസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടും. നെക്സ്റ്റാണ് QRT പി സി ആർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിയൽ ടൈം പി സി ആർ. ഹിയർ വി യൂസ് ഫ്ലൂറസെൻറ്റ് ഡൈസ് സച്ച് as SYBR green or fluorescent containing DNA probes such as TACMAN to measure the amount of amplified product as the amplification progress. അപ്പോൾ പി സി ആർ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ പി സി ആറിൻ്റെ പ്രോഗ്രസ് നമുക്ക് ഈ മെത്തേഡ് വഴി മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻറ്റ് ഡൈസ് ആയിരിക്കും, ലൈക്ക് SYBR ഗ്രീൻ അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് DNA പ്രോബ്സ് ലൈക്ക് ടാക്മാൻ ആയിരിക്കും. അപ്പോൾ പി സി ആർ ക്വാണ്ടിറ്റേറ്റീവ് റിയൽ ടൈം പി സി ആർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് പി സി ആർ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ പി സി ആറിൻ്റെ പ്രോഗ്രസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിയൽ ടൈം പി സി ആർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂറസെൻറ്റ് ഡൈസോ അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് പ്രോബ്സോ ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് പി സി ആർ ഈസ് യൂസ് ടു മെഷർ ദി സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടാർഗറ്റ് DNA or RNA in a sample by measuring the amplification only within the phase of true exponential increase. അതായത് ക്വാണ്ടിറ്റേറ്റീവ് പി സി ആർ യൂസ് ചെയ്യുന്നത് DNA അല്ലെങ്കിൽ RNAൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ തെർമൽ സൈക്ലേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പി സി ആർ ആണ് ഹോട്ട് സ്റ്റാർ പി സി ആർ. ഇറ്റ് ഈസ് എ ടെക്നിക് പെർഫോംഡ് മാനുവലി ബൈ heating the reaction components to the DNA melting temperature before adding the polymerase. ഇപ്പോൾ ഹോട്ട് സ്റ്റാർട്ട് പി സി ആർ പേര് പോലെ തന്നെ എന്ത് ചെയ്യും? പി സി ആർ തുടങ്ങുന്നതിന് മുന്നേ DNA മിക്സ്ചർ ഹീറ്റ് ചെയ്യും. 95 ഡിഗ്രി സെൽഷ്യസിൽ DNA മിക്സ്ചർ ഹീറ്റ് ചെയ്യും, അല്ലെങ്കിൽ DNA മെൽറ്റിംഗ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. അതാണ് ഹോട്ട് സ്റ്റാർ പി സി ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചൂടാക്കിയിട്ടാണ് പി സി ആർ തുടങ്ങുന്നത്. അതായത് പി സി ആർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സാമ്പിൾ DNA സാമ്പിൾ ചൂടാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഹോട്ട് സ്റ്റാർട്ട് പി സി ആർ എന്ന് വന്നത്. അതായത് പി സി ആർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ DNA സാമ്പിൾ 95 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കും, എന്നിട്ടാണ് പി സി ആർ ചെയ്യുക. നെക്സ്റ്റ് പി സി ആർ ടെസ്റ്റ് ഡൗൺ പി സി ആർ. ഇൻ ദിസ് ടൈം ദി അനീലിംഗ് ടെമ്പറേച്ചർ ഇസ് ഗ്രാജുവലി ഡിക്രീസ്ഡ് ഇൻ ലേറ്റർ സൈക്കിൾ. The annealing temperature in early cycle is usually 3 to 5 degrees Celsius above the standard TM. ബട്ട് ടെസ്റ്റ് ഡൗൺ പി സി ആർ എന്താണ്? അനീലിംഗ് ടെമ്പറേച്ചർ ആദ്യമൊക്കെ കൂടുതലായിരിക്കും, പിന്നെ കുറഞ്ഞ് വരും. അതാണ് ടെസ്റ്റ് ഡൗൺ പി സി ആർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം
ഉപയോഗിച്ച അനീലിംഗ് ടെമ്പറേച്ചറിനെ കാട്ടും 3 to 5 ഡിഗ്രി സെൽഷ്യസ് കുറവ് ടെമ്പറേച്ചറാണ് പിന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് ഡൗൺ PCR എന്ന് പറഞ്ഞാൽ അനീലിംഗ് ടെമ്പറേച്ചർ കുറഞ്ഞ് വരും. ആദ്യത്തെ സൈക്കിളിൽ യൂസ് ചെയ്ത അനീലിംഗ് ടെമ്പറേച്ചറിനെക്കാട്ടും കുറഞ്ഞ അനീലിംഗ് ടെമ്പറേച്ചറായിരിക്കും പിന്നെ യൂസ് ചെയ്യുക. ഇനിയാണ് അസംബ്ലി PCR, ഓൾസോ നോൺ ആസ് പോളിമറൈസ് സൈക്ലിംഗ് അസംബ്ലി ഓർ PCA. This type synthesis of long DNA structure by performing PCR in a pool of long oligonucleotide with short overlapping segment to assemble 2 or more pieces of DNA into one piece. It involves an initial PCR with primers that have an overlap and a second PCR using the product as the template and generates the final full length product. ഇപ്പോൾ അസംബ്ലി PCR എന്തുപോലെ തന്നെയാണ്, നമ്മുടെ നെസ്റ്റഡ് PCR പോലെ തന്നെയാണ് അസംബ്ലി PCR. അതായത് ആദ്യം ഒരു PCR ചെയ്യും, എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് PCR ചെയ്യും. പക്ഷേ ഒരു ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് സീക്വൻസ് ഉള്ള DNAs ആണ് നമ്മൾ PCRന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോളനി PCR, അതായത് ബാക്ടീരിയൽ കോളനി, പേര് പോലെ തന്നെ എന്താണ് കോളനി PCR പേര് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ബാക്ടീരിയൽ കോളനീസ് ഡയറക്റ്റ്ലി എടുത്തിട്ട് PCR ചെയ്യുന്നതിനാണ് കോളനി PCR എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ നമ്മൾ PCR ചെയ്യുമ്പോൾ DNA എക്സ്ട്രാക്ട് ചെയ്തിട്ടൊക്കെയാണ് PCR ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ് ഡയറക്റ്റ്ലി കോളനി PCR ഡയറക്റ്റ്ലി ബാക്ടീരിയൽ കോളനി അടിച്ചിട്ടാണ് PCR ചെയ്യുന്നത്. ഇനി മീത്തൈലേഷൻ സ്പെസിഫിക് PCR ആണ് നെക്സ്റ്റ് ടൈപ്പ്. ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ ദി പാറ്റേൺസ് ഓഫ് DNA മീത്തൈലേഷൻ. അപ്പോൾ DNA മീത്തൈലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീത്തൈലേഷൻ സ്പെസിഫിക് PCR യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് DNA is first treated with sodium bisulfate which converts unmethylated cytosine bases to uracil which is complementary to adenosine in PCR primers. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യും, സോഡിയം ബൈസൾഫേറ്റ് വെച്ച് DNA ട്രീറ്റ് ചെയ്യും. അപ്പോൾ അൺമീത്തൈലായിട്ടുള്ള സൈറ്റോസിന് ബേസസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും, യുറാസിലായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ യുറാസിൽ അഡിനിനുമായിട്ട് ബൈൻഡ് ചെയ്യും PCR മിക്സ്ചറിൽ. വൺ പ്രൈമർ സെറ്റ് അനീൽസ് ടു DNA വിത്ത് സൈറ്റോസിൻ ആൻഡ് അതർ അനീൽസ് ടു DNA വിത്ത് യുറാസിൽ. അപ്പോൾ മീത്തൈലേഷൻ സ്പെസിഫിക് PCR മെയിൻലി യൂസ് ചെയ്യുന്നത് മീത്തൈലേഷൻ നടന്ന DNA ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ 2 സെറ്റ് പ്രൈമേഴ്സ് യൂസ് ചെയ്യും. ഒരു സെറ്റ് സൈറ്റോസിനോടാണ് ബൈൻഡ് ചെയ്യുക, ഒരു സെറ്റ് ബൈൻഡ് ചെയ്യുക യുറാസിലിനോടാണ്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അൺമീത്തൈലായിട്ടുള്ള സൈറ്റോസിനെ യുറാസിലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് PCR ആൻഡ് ടൈപ്സ് ഓഫ് PCR. താങ്ക് യു.